ഉഷ്ണകാലത്ത് നമുക്ക് വരാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പ്രകൃതി മാർഗത്തിലൂടെ നേരിടുന്നത് എന്ന് പഠിക്കാം. ഉഷ്ണമായാലും ശീതമായാലും അത് അമിതമായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറയും, ശരീരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറയും, ശരീരത്തിന് അസ്വസ്ഥത വർദ്ധിക്കും. ഈ സമയത്ത് രോഗാണുക്കൾക്ക് ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് ഇത് വേദിയായി തീരും. അപ്പോൾ ഇവയൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ നിർദ്ദേശിക്കാൻ പോണത്. കൂടുതൽ ചൂടുള്ള വെയിലുള്ള സമയത്ത് പരമാവധി പുറത്തിറങ്ങാതിരിക്കുക, ഇതാണ് ഒരു മാർഗം. അമിതമായ ഉഷ്ണത്തെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. അത് വിയർപ്പിലൂടെയാണ് ചെയ്യണത്. ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരം വിയർക്കും. അപ്പോൾ ശരീരത്തിന്റെ ത്വക്കിന് പുറത്തേക്ക് വരുന്ന വെള്ളം അത് ശരീരത്തിൽ നിന്ന് താപം സ്വീകരിച്ചുകൊണ്ട് ആവിയായിട്ട് പോകും. അപ്പോഴാണ് ശരീരം തണുത്ത് അപ്പോഴാണ് ശരീരത്തിന് തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇത് ശരീരത്തിന്റെ ഒരു മെക്കാനിസമാണ്. അതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക. സാധാരണ 25 കിലോ ശരീരഭാരമുള്ള ആളുകൾ 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണം എന്ന് പറയും. ഇപ്പൊ 50 കിലോയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം. പക്ഷെ വേനൽക്കാലത്ത് ഇതിന്റെ ഒരു പകുതിയെങ്കിലും കൂടുതൽ, ഒരു 1 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസവും കഴിക്കണം. രണ്ടാമത്, ധാരാളം ജലസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ, വരണ്ട സാധനങ്ങള്, അതുപോലെ പൊരിച്ച സാധനങ്ങള്, വറുത്ത സാധനങ്ങള്, കഴിച്ചാൽ പിന്നീട് ദാഹം വരുന്ന സാധനങ്ങൾ, അത്തരം ആഹാരങ്ങൾ പരമാവധി കുറയ്ക്കുക. അതുപോലെ പച്ചക്കറികളും പഴങ്ങളും വർദ്ധിപ്പിക്കുക. വെജിറ്റബിൾ സലാഡൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കാം. ഈ സമയത്ത് ഇലക്കറികൾ ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദഹിക്കാൻ വിഷമമുള്ള സാധനങ്ങള്, രൂക്ഷമായ സാധനങ്ങള്, കടുപ്പമുള്ള സാധനങ്ങൾ, അത്തരം സാധനങ്ങൾ കുറയ്ക്കണം. ബേക്കറിയിൽ കയറരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കഴിക്കുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ശരിയാണ്. അത് കഴിഞ്ഞാൽ ഈ തണുപ്പ് ശരീരത്തെ സംബന്ധിച്ച് ഉഷ്ണമായിട്ട് തീരും. ഉഷ്ണേന സമ്മതി എന്ന് പറയും. ചൂട് സമയത്ത് ശരീരത്തിന്റെ ടെമ്പറേച്ചറിലോ, ഉഷ്ണ സമയത്ത് തണുത്ത വെള്ളം കുടിക്കുക, തണുത്ത ആഹാരം കഴിക്കുക എന്നുള്ള ഒരു പൊതു സ്വഭാവമുണ്ട്. ഇത് തെറ്റാണ്. ഇത് നമ്മളെ രോഗിയാക്കി മാറ്റും. ശരീരത്തിന്റെ ഇതേ ടെമ്പറേച്ചറിലുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഈ സമയത്ത് നമുക്ക് യോഗ്യമായിട്ടുള്ളത്. ഒരിക്കലും തണുപ്പ് കൂടിയ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ വളരെ ചൂട് കൂടിയ ആഹാരവും ഈ സമയത്ത് ഒഴിവാക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ശരീരം പൊതുവെ റെസിസ്റ്റിംഗ് മൂഡിലാന്ന് ഞാൻ പറഞ്ഞു. കാരണം ഉഷ്ണത്തെ തടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ശരീരം. ഈ സമയത്ത് കൂടുതൽ ടോക്സിൻ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വിഷമമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ടോക്സിനുള്ള ആഹാരങ്ങൾ, ഇതുപോലുള്ള ആഹാരങ്ങൾ പരമാവധി കുറയ്ക്കണം. ദിവസത്തിൽ 2 നേരമെങ്കിലും നമ്മൾ സാധാരണ താപനിലയുള്ള വെള്ളത്തിൽ കുളിക്കുക. അതുപോലെ പലവട്ടം നമ്മളുടെ കൈകാലും മുഖം കഴുകാൻ നമുക്ക്. അതുപോലെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ തല കഴുകുന്നതും നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ പ്രയോജനപ്പെടുന്നതാണ്. ഇനി എങ്ങനെയുള്ള പാനീയങ്ങളാണ് ഉപയോഗിക്കണമെന്നാണെങ്കിൽ ചായ, കാപ്പി തുടങ്ങിയ സാധനങ്ങൾ പരമാവധി കുറയ്ക്കണം. അതുപോലെ മദ്യം കഴിക്കുമ്പോൾ നല്ല തണവുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും മദ്യം ഉഷ്ണമാണെന്ന് മനസ്സിലാക്കണം. അത് മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അതുപോലെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ശീതള പാനീയങ്ങൾ, അതിന്റെ പേര് തന്നെ ശീതളമാണ്, പക്ഷെ അത് ശീതളമല്ല, ഉഷ്ണമാണ് നമുക്ക് പ്രദാനം ചെയ്യണത്. അതിൽ മാരകമായിട്ടുള്ള പ്രിസർവേറ്റീവ്സുകളും അതുപോലെ മാരകമായിട്ടുള്ള കെമിക്കൽസ് ചേർത്ത് വരുന്ന സാധനങ്ങളാണ്. ഇത്തരം സാധനങ്ങൾ ശരീരത്തെ സംബന്ധിച്ച് ശത്രുക്കളാണ്, വിഷങ്ങളാണ്. അത്തരം ഫുഡുകൾ ഒന്നും ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. എന്താണ് കഴിക്കേണ്ടതെന്നാണെങ്കിൽ പച്ചക്കറികളുടെ ജ്യൂസ് കഴിക്കാം, പഴങ്ങളുടെ ജ്യൂസ് കഴിക്കാം, ഇളനീര് കഴിക്കാം, മോര് കഴിക്കാം, ശുദ്ധമായ തണുത്ത വെള്ളം കഴിക്കാം നമുക്ക്. അതുപോലെ ഞെരിഞ്ഞിലിട്ട വെള്ളം നല്ലതാണ്, ചെറുളിട്ട വെള്ളം നല്ലതാണ്. അത്തരം വെള്ളമാണ് ഈ സമയത്ത് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പതിമുഖമിട്ട വെള്ളം, ജീരകമിട്ട വെള്ളം, അത്തരം വെള്ളങ്ങൾ ഉഷ്ണം കൂടുതൽ പ്രദാനം ചെയ്യാൻ ഈ സമയത്ത് ഒഴിവാക്കുകയാണ് നല്ലത്. മല്ലിയിട്ട വെള്ളം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ പൊരിച്ച സാധനം, വറുത്ത സാധനം, വരട്ടിയ സാധനം, അത്തരം ഫുഡുകൾ പരമാവധി കുറയ്ക്കണം. ആവിയിൽ വേവിച്ചത് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയത്, അത്തരം ആഹാരമാണ് നമുക്ക് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കണം. ഗുരുത്വം കൂടിയ ആഹാരം കഴിച്ചാൽ നമ്മളുടെ ദഹനേന്ദ്രിയങ്ങളിലെ അധ്വാനം വർദ്ധിക്കും. അതുകൊണ്ട് ഈ സമയത്ത് എപ്പോഴും നമ്മൾ ഡൈജഷന് എളുപ്പമുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. മാംസവും മുട്ടയും ഈ സമയത്ത് നമ്മൾ പരമാവധി ഒഴിവാക്കണം. പ്രത്യേകിച്ച് ആടിന്റെ മാംസം, കോഴിയുടെ മാംസം, കോഴിയുടെ മുട്ട തുടങ്ങിയവ നമുക്ക് നല്ലതല്ല.
ഇനി നമുക്ക് ഉഷ്ണത്തെ കുറയ്ക്കാനുള്ള ചില പ്രായോഗിക മാർഗങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം. ഇത് സാധാരണ നാച്ചുറോപ്പതിയിലും യോഗയിലും ഞങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. വളരെ ഫലപ്രദമായിട്ട് നമ്മളുടെ ഉഷ്ണത്തെ കുറയ്ക്കാൻ സാധിക്കും. ഇതിന് ഒരു പൈസയും ചെലവില്ല, അതുപോലെ യാതൊരു സൈഡ് എഫക്റ്റും ശരീരത്തിനില്ല. ഒന്നാമത് ജലനീതിക്രിയയാണ്. അതിന് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലൊരു 1/4 സ്പൂണ് ഉപ്പിടുക, ഉപ്പിട്ടിട്ടത് ഇളക്കുക. വലത് മുക്കടച്ച് ഇടത് മുക്കിൽ കൂടി ഈ വെള്ളം സാവധാനം വലിച്ചകത്തേക്ക് എടുക്കുക. ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വെള്ളം വലിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഇടത് മുക്ക് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. പകുതി ഭാഗികമായിട്ട് മുങ്ങിയിരുന്നാൽ അതിനിടയ്ക്ക് കൂടിയിട്ട് എയർ കയറുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തുള്ളത് പച്ചവെള്ളമാണ്. ആരോഗ്യമുള്ളവർക്ക് പച്ചവെള്ളത്തിൽ തന്നെ ഇതുപോലെ ജലനീതിക്രിയ ചെയ്യാവുന്നതാണ്. പിന്നെ ഇടത് മുക്കടച്ച് വലത് മുക്കിൽ കൂടി ഇതുപോലെ വെള്ളം എടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു 4 or 5 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശിരസ് മുഴുവൻ തണുക്കും. നമ്മൾ വണ്ടിയുടെ റേഡിയേറ്റർ പോലെ തലയ്ക്കുള്ളിൽ ഒരു റേഡിയേറ്റർ ഉണ്ട്, സൈനസ് എന്ന് പറയും. ആ ഭാഗത്തിന് തണുവ് കിട്ടിയാൽ ബ്രെയിനിന് മുഴുവൻ തണുവുണ്ടാവും. സാധാരണ ഇതിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ തണുത്ത വായു ഇങ്ങനെ ഉള്ളിൽ കൂടി കയറി പോകുമ്പോഴാണ് തണുക്കണത്. തണുത്ത വെള്ളം നിന്നാൽ ഇതിന്റെ ഒരു 10 ഇരട്ടി തണവുണ്ടാവും. മാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പൊടിപടലങ്ങളും അതുപോലെ ബാക്ടീരിയയും വൈറസും ഒക്കെ ചിലപ്പോൾ ഇവിടെ കയറി ഇരിക്കാൻ ഇടയുണ്ട്. അതാണ് പിന്നെ ഇൻഫെക്ഷനും അതുപോലെ തലവേദനയ്ക്കും കൂടെ വരുന്ന ജലദോഷം, അതുപോലെ തന്നെ സൈനോസൈറ്റിസ്, ബാലൻസിയേഴ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ശിരോരോഗങ്ങൾക്ക് ഇത് കാരണമായി തീരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം 100% നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി പ്രായം കൂടിയ ആളുകളൊക്കെയാണ് അതുപോലെ ചെറിയ കോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചൂടാക്കി തണുപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം ഉള്ള വെള്ളം ഉപയോഗിച്ചാലും മതി. ആരോഗ്യമുള്ളവർക്ക് ഞാൻ ഉപയോഗിക്കുന്ന പോലെ സാധാരണ ടെമ്പറേച്ചറിലുള്ള പച്ചവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ജലനീതിക്രിയ ഒന്നുകിൽ രാവിലെ 7 മണിക്ക് മുമ്പോ രാത്രി 6 മണിക്ക് ശേഷം ചെയ്യാൻ പാടുള്ളൂ. ഉച്ച സമയത്ത് വളരെ ചൂട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യരുത്. ഇത് ജലത്തിന്റെ 2ാമത്തെ പ്രയോഗമാണ്. ഒരു തോർത്ത് ഇതുപോലെ വെള്ളത്തിൽ മുക്കി നനച്ച് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ തലയിൽ നമുക്ക് ഇത് കെട്ടാം. ഇതുപോലെ തലയിൽ നമുക്ക് പൂർണ്ണമായിട്ടും കെട്ടാം. തല തണുക്കാൻ ഇത് കാരണമായി തീരും. ഉഷ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ശിരോരോഗങ്ങൾ ഉണ്ടാവും. അതെല്ലാം കുറയ്ക്കാൻ നമുക്ക് ഇതുപോലെ രാവിലെ വൈകിട്ടും ഒരു 10-15 മിനിറ്റ് നേരം നനഞ്ഞ തോർത്ത് തലയിൽ കെട്ടുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമത് ഇതേ തോർത്ത് നമുക്ക് കഴുത്തിൽ ചുറ്റാം. നമ്മളുടെ ശിരസിലേക്കുള്ള എല്ലാ നാഡികളും ഞരമ്പുകളും കഴുത്തിലൂടെയാണ് പോണത്. അപ്പോൾ ഇവിടെ നനഞ്ഞ തോർത്ത് ചുറ്റുമ്പോൾ ആ നാഡികൾക്കും ഞരമ്പുകൾക്കും നല്ല തണുവുണ്ടാവും. ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ബ്രെയിനിനാണെങ്കിലും അതുപോലെ ശിരസിലുള്ള മറ്റെല്ലാ അവയവങ്ങൾക്കും നല്ല കൂളിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ദിവസവും രാവിലെയും വൈകിട്ട് ഇതുപോലെ ഒരു അരമണിക്കൂർ നനഞ്ഞ തോർത്ത് ഇറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ശിരസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗങ്ങളും തൈറോയിഡും എല്ലാം കുറച്ചുകൊണ്ടുവരാൻ വളരെ ഫലപ്രദമായിരിക്കും. ഇതേ തോർത്ത് തന്നെ നനച്ച് പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊക്കിളിന് കീഴെയായിട്ട് ചുറ്റിവെക്കാം. പലപ്പോഴും വയറിൽ ഉഷ്ണം കൂടുതലായിരിക്കും. വയറിൽ ഉഷ്ണമാണ് മുകളിലേക്ക് വന്നിട്ട് നമുക്ക് കഫത്തിന്റെ പ്രശ്നമായിട്ട് മാറുന്നത്. വയറിൽ ഉഷ്ണം കുറഞ്ഞാൽ ശരീരം പൂർണ്ണമായിട്ടും തണുക്കും. അതുകൊണ്ട് ദിവസവും രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുമ്പായിട്ട് അരമണിക്കൂർ നേരം ചുറ്റിവെക്കുന്നതും വളരെ ഫലപ്രദമായിരിക്കും. 3ാമത് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാണായാമമാണ്. നമുക്ക് 3 തരം നാഡികളുണ്ട്. നമ്മുടെ ഇടത് ഭാഗത്ത് ചന്ദ്രനാഡി, വലത് ഭാഗത്ത് സൂര്യനാഡി, നടുക്ക് പിങ്കളാനാഡി. ഈ ചന്ദ്രനാഡി തണുവിന്റെയും സൂര്യനാഡി ഉഷ്ണത്തിന്റെയും പ്രതീകങ്ങളാണ്. അപ്പൊ ശരീരം ചൂടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലത് മുക്കിൽ കൂടി ശ്വാസം എടുത്താൽ, സൂര്യനാഡിയിൽ കൂടി ശ്വാസം എടുത്താൽ ശരീരം ചൂടാവുകയും ഇടത് മുക്കിൽ കൂടി ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ശരീരം തണുക്കുകയും ചെയ്യും. അപ്പൊ നമുക്കിപ്പോൾ വേണ്ട ശരീരം തണുക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യണത് വലത് കൈയിന്റെ പെരുവിരൽ കൊണ്ട് വലത് മൂക്കടച്ച് ഇടത് മുക്കിൽ കൂടി സാവധാനം ശ്വാസം എടുത്ത് ആ മുക്കിൽ കൂടി തന്നെ പുറത്തേക്ക് വിടും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എടുക്കുന്നത് 1, 2, 3, 4 എന്ന മാത്രയ്ക്കാണെങ്കിൽ
പുറത്തേക്ക് വിടുന്നത് 1, 2, 3, 4, 5, 6 മാത്രമേ ആയിരിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു 8-10 പ്രാവശ്യം ചെയ്താൽ മതി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ശ്വാസം എടുക്കുന്നത് വയറിലേക്ക് എടുക്കണം. ഉദരശ്വസനമാണ്, വയറിലേക്ക് എടുക്കണം. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീരി വരണം, ശ്വാസം എടുക്കുമ്പോൾ വയറ് ചെങ്ങിപ്പോണം. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇടത് മുക്കിൽ കൂടി ശ്വാസം എടുത്ത് വലത് മുക്കിൽ കൂടി പുറത്തേക്ക് വിടും. മാത്ര പഴയ മാത്ര തന്നെ. പെരുവിരൽ കൊണ്ട് വലത് മുക്കടച്ച് നമ്മൾ ഇടത് മുക്കിൽ കൂടി ശ്വാസം എടുക്കും. പിന്നെ ഇടത് മുക്കടച്ചിട്ട് വലത് മുക്കിൽ കൂടി പുറത്തേക്ക് വിടും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു 8-10 പ്രാവശ്യം ചെയ്യാം. രാവിലെയും വൈകിട്ടും ചെയ്യാം. ഇനിയുള്ളത് 1-2 മുദ്രകളാണ്. ആദ്യമായിട്ട് വരുണ മുദ്രയാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ ജലദേവതയാണെന്ന് നമുക്കറിയാം. ജലമാണല്ലോ തണുപ്പിന്റെ പ്രതീകം. അതുകൊണ്ട് വരുണ മുദ്ര, ജലമാണല്ലോ തണുപ്പിന്റെ പ്രതീകം. അതുകൊണ്ട് ശരീരത്തിന്റെ ഉഷ്ണം കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് വരുണ മുദ്ര. ഇതിന് വേണ്ടത് നമ്മളുടെ പെരുവിരലും ചെറുവിരലുമാണ്. ചെറുവിരലും മടക്കിയിട്ട് പെരുവിരലിന്റെ അതിന്റെ മുകളിൽ പതുക്കെ സ്പർശിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. നോർമലായിട്ടുള്ള ബ്രീത്ത് ചെയ്യുക. ഒരു 15 മിനിറ്റ് രാവിലെയും വൈകിട്ടും ഇരിക്കാം, ഉച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടി. ഏത് സമയത്താണ് ശരീരത്തിന് ഉഷ്ണം കുറയ്ക്കണമെങ്കിൽ ഇതുപോലെ ഇരുന്നാൽ മതി. അടുത്തത് അപാന മുദ്രയാണ്. നമുക്ക് പഞ്ചപ്രാണന്മാരുണ്ടെന്നറിയാം. ഈ പഞ്ചപ്രാണനില് അപാനവായു കീഴ്പോട്ടാണ് ചരിക്കണത്. മലം, മൂത്രം, ആർത്തവം, പ്രസവം, ഇത്തരം എല്ലാ കാര്യങ്ങളും അപാനവായുവിന്റെ ശ്രമഫലമായിട്ടാണ് സുഗമമായിട്ട് നടക്കുന്നത്. അപാനവായുവിന് തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കെട്ടിപ്പോവും. മൂത്രം കുറഞ്ഞാലും മലം കുറഞ്ഞാലും ഉഷ്ണം വർദ്ധിക്കും നിങ്ങൾക്കറിയാം. ആർത്തവത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ദിവസവും നമ്മൾ 15 മിനിറ്റ് നേരം അപാന മുദ്ര ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും ശരീരത്തിന്റെ ഉഷ്ണത്തെ കുറയ്ക്കാൻ. അതിന് 3 വിരലെ വേണ്ട. ഒന്ന് പെരുവിരല്, നടുവിരല്, മോതിരവിരല്. ഈ 3 വിരൽ ഇങ്ങനെ പരസ്പരം സ്പർശിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. ശ്വാസോച്ഛ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അപാനവായു കറക്റ്റാവും. മോഷന്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്ക് കുറഞ്ഞു വരും. ശരീരത്തിന് സുഖവും സന്തോഷമൊക്കെ കൊണ്ട് പ്രദാനം ചെയ്യും. ഇനി ഒരു ശീതളി പ്രാണായാമം കാണിച്ചു തരാം. നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടിയൊക്കെ ചൂടുള്ള സമയത്ത് ഓടി വന്നിട്ട് അങ്ങനെ കഥയ്ക്കാനിട്ടുണ്ട്. അപ്പൊ അതിന് നാവിലൂടെ വെള്ളം ഓടി പോകുമ്പോഴും നാവ് തണുക്കും. നാവ് തണുത്താൽ ശരീരം മുഴുവൻ തണുക്കും. ഇതാണ് ഇവരിങ്ങനെ നാവ് പുറത്തേക്കിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തതിന്റെ രഹസ്യം. നമുക്ക് ഇതുപോലെ തന്നെ പരിശ്രമിക്കാവുന്നതാണ്. അതിന് നാവ് ചുരുട്ടി നമ്മൾ ചെയ്യണത്. നാവ് ചുരുട്ടിയിട്ട് നാവിനകത്തുകൂടി ശ്വാസകത്തേക്ക് മൂക്കിയുടെ പുറത്തേക്ക് വിടും. ശീതളി പ്രാണായാമം എന്ന് പറയും. ശരീരത്തിന്റെ മുഴുവൻ നാടികളും ഞരമ്പുകളും ഓരോ സെല്ലുകളും തണക്കുന്ന ഒരു പ്രാണായാമമാണിത്. ഇതൊരു 10 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരത്തിന് തണുപ്പ് തന്നെ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ജലദോഷം ഉള്ളപ്പോഴോ ചുമയുള്ളപ്പോഴോ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം ശരീരത്തിന് പ്രയോജനം കിട്ടുന്ന, ഒരു പൈസയും ചെലവില്ലാത്ത, യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, പാർശ്വഫലങ്ങളില്ലാത്ത ചില പ്രയോഗങ്ങളാണ്. വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഉഷ്ണത്തെ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഉഷ്ണാനുബന്ധ രോഗങ്ങളായിട്ട് ഉഷ്ണത്തെ തുടർന്ന് വരുന്ന രോഗങ്ങളെല്ലാം കുറയ്ക്കാൻ ഇത് വളരെ പര്യാപ്തമാണ്. ശരീരത്തിന് ഒരു സമശീതോഷ്ണാവസ്ഥ പ്രദാനം ചെയ്യാനും ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും ശരീരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിക്കാനും ഇത് വളരെ സഹായകരമാണ്. ഞാനൊരു 25 വർഷമെങ്കിലുമായിട്ട് ഇതുപോലെയാണ് വേനൽക്കാലത്തെ പരിചരണങ്ങളോട്ട് മുമ്പോട്ട് പോകുന്നത്. പനിയോ ജലദോഷമോ അതുപോലെ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുന്നില്ല. സാധാരണ വേനൽക്കാലത്ത് പലവിധ രോഗങ്ങൾ വരും. പനി വരും, ജലദോഷം വരും, മുണ്ടിനീര് വരും, അതുപോലെ കോളറ വരും. ഇങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളുമായിട്ട് ആളുകൾ വിഷമിക്കാറുണ്ട്. ഇത്തരം രോഗങ്ങളൊന്നും നമ്മളെ പിടിക്കുന്നില്ല. ഇനി മഴ മാറിക്കഴിഞ്ഞാലോ എല്ലാ ആശുപത്രിയും നിറയും. മുഴുവൻ ആളുകൾ ഓരോരോ രോഗങ്ങളായിട്ട് നിറയും. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ വളരെ ഫലപ്രദമായിട്ട് സാധിക്കും. ഇത് അനുഭവ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ആർക്കും ഇത് പരീക്ഷിച്ച് അറിയാവുന്ന കാര്യമാണ്. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള അനവധി പ്രകൃതി മാർഗങ്ങൾ നമ്മൾ ഇതുപോലെ ഉപദേശിക്കുന്നുണ്ട്.
അനവധി പ്രകൃതി മാർഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുഖജീവൻ എന്ന യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും. നിങ്ങളിതെല്ലാം കാണുക, നിങ്ങൾ പരിശീലിക്കുക, അതിൻ്റെ പ്രയോജനം അനുഭവിക്കുക. ഒപ്പം ഒരു നല്ല കാര്യം കൂടി ചെയ്യുക, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ഇവരെ അറിയിക്കുക കൂടി ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.